മമ്മൂക്ക ലാലേട്ടൻ ഒന്നിക്കുന്നു എന്നാ പറയുന്നത്. മമ്മൂക്ക ലാലേട്ടന്റെ പടമാണ്, അങ്ങനെ പറയണേ. ഇത് രണ്ടുപേരുടെയും കൂടെ പടമാണ്. രണ്ടുപേരും ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് ആണ് ചെയ്യുന്നത്. നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതിന്റെ മുകളിലായിരിക്കും. എമ്പുരാനെ വെട്ടിക്കും. അത് അങ്ങനെ ചെയ്യുന്ന മമ്മൂക്ക ലാലേട്ടൻ പിന്നെ അതുപോലെ തന്നെ ചാക്കോച്ചൻ ഉണ്ട് അറിയുന്നുണ്ട്. അഖിലേട്ടനെ വെച്ച് നായകനാക്കിട്ട് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യണ്ടേ? അഖിലേട്ടനെ നായകനാക്കിട്ട് ഒരു പടം പ്രൊഡ്യൂസ് എന്താണ് എന്തേലും സാറിന്റെ പേരെന്തായിരുന്നു? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണ നിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പടത്തിനെ കുറിച്ച് ഒരു ചെറിയ അപ്ഡേറ്റ് പറയാവോ? മമ്മൂക്ക മോഹൻലാൽ. എന്താണ് ജോണർ എന്താണ് വരുന്നത്? ത്രില്ലറാണ്. മമ്മൂക്ക ലാലേട്ടൻ പിന്നെ അതുപോലെ തന്നെ ചാക്കോച്ചൻ ഉണ്ട് അറിയുന്നുണ്ട്. ഇപ്പൊ എവിടുത്തെ ഷൂട്ടാണ് ഷെഡ്യൂളാണ് കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞത്? ഇപ്പൊ ഷാർജ ഷെഡ്യൂളാണ് കംപ്ലീറ്റ് ആയത്. ഓക്കെ. ഇനിയും ശ്രീലങ്ക ഉണ്ട്, പിന്നെ ഇന്ത്യയിൽ കുറെ ഷെഡ്യൂൾസ് ഉണ്ട്, പിന്നെ UK ഉണ്ട്. ടോട്ടൽ എത്ര ഡേയ്സ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്? 115 ഡേയ്സ്. വലിയ പടമാണ്. ഏകദേശം ഒരു 90 to 100 CR തീരും. പക്ഷെ ആ ഒരു ബഡ്ജറ്റിലായിരിക്കും തീരുന്നത്. മലയാളത്തിൽ ഇതേവരെ കാണാത്ത ലെവലിലുള്ള ഒരു പടമാണ്. അതിന്റെ മുകളിൽ പോയെന്ന് തോന്നുന്നു. എങ്കിലും ഒരു ബിഗ് ബഡ്ജറ്റ് ആണ്. പക്ഷേ സ്റ്റാർ കാസ്റ്റ് എന്ന് പറയുന്നത് മൾട്ടി സ്റ്റാർ ആയിട്ട് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ലാലേട്ടൻ നമുക്ക് തോന്നിക്കണം. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും അത് അതിന്റെ ഭാഗമാകാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഒബ്വിയസ്ലി അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും ഉണ്ട്, ക്രൂവിനും ഉണ്ട്, എല്ലാവർക്കും അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. ആൻഡ് ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ ടേൺ ഔട്ട് ടു ബി റിയലി ഗുഡ്. ഒരു ഹിസ്റ്ററി ആയി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ആരാണ് മ്യൂസിക് ചെയ്യുന്നത്? മ്യൂസിക് അതൊന്നും ഇപ്പം ഡിസ്ക്ലോസ് ചെയ്യാറായിട്ടില്ല. ക്യാമറ ആരെങ്കിലും ഒരാളെയും അറിയോ? എന്തായാലും കാസ്റ്റ് ഡയറക്ടർ അതറിയാം. ബാക്കിയെല്ലാം പുള്ളി ഏറ്റവും ടോപ്പല്ലേ എടുക്കുള്ളൂ, ഓരോന്നോരോന്നായിട്ട്. അതിൽ പിന്നെ കുറെ റൂമർ സ്പ്രെഡ് ചെയ്ത് പറഞ്ഞാൽ ലാലേട്ടനെതിരെ വില്ലനായിട്ടാണ് വരുന്നത് പറഞ്ഞിട്ട് കുറെ റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതിന് അതിനൊരു ഉത്തരം കൊടുക്കണം. കാരണം റൂമർ സ്പ്രെഡ് ചെയ്യണ റൂമർ സത്യമാണെന്നില്ലല്ലോ. അപ്പോൾ അതിനെന്താണ്? രണ്ടുപേർക്കും എന്താണ് ഏകദേശം തുല്യ റോളുള്ള ക്യാരക്ടേഴ്സ് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണ്. അവരുടെ കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന കണ്ടിരുന്നു. നമുക്ക് തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, നമ്മൾ തന്നെ കാണുമ്പോൾ തന്നെ എക്സൈറ്റഡ് ആവും. വളരെ ഭംഗിയായിട്ട് നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അവർ രണ്ടുപേരും അഭിനയിക്കുന്ന ചില സീനെ കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു എന്താ ഒരു ഭയങ്കര ഫീലിംഗ്, സങ്കടം പോലെയൊക്കെ വന്ന് ഭയങ്കര രസമായിരുന്നു. നമ്മൾ ഒരു വേറെ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണല്ലോ രണ്ടുപേരും ഒരുമിച്ച് വന്ന് ചെയ്യാന്ന് പറയുന്നത്. അവരോടൊപ്പം ഷെഡ്യൂൾ കഴിഞ്ഞിട്ടില്ല. അവരുടെ ഒരുമിച്ചുള്ള ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു. ഇനിയും വരുന്നുണ്ട്. ശ്രീലങ്കയിൽ ഒരെണ്ണം കഴിഞ്ഞു. ഇനി വേറെ വരുന്നുണ്ട്. അവരുടെ ഒരുമിച്ചുള്ള കോമ്പിനേഷൻ ഷെഡ്യൂൾസ് ഇനി ഒത്തിരി വരുന്നുണ്ട്. മമ്മൂക്ക ലാലേട്ടൻ ഒന്നിക്കുന്നു എന്നാ പറയുന്നത്. മമ്മൂക്ക ലാലേട്ടന്റെ പടമാണ്, അങ്ങനെ പറയണേ. ഇത് രണ്ടുപേരുടെയും കൂടെ പടമാണ്. രണ്ടുപേരും ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് ആണ് ചെയ്യുന്നത്. നല്ല ലെങ്ത് ഉള്ള ക്യാരക്ടേഴ്സ് ആണ് രണ്ടുപേരും ചെയ്യുന്നത്. രണ്ടുപേരും വളരെ ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് ആണ്. ക്യാരക്ടറെ എന്തെങ്കിലും പറയാം. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ പോലീസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ത്രില്ലർ. ഇൻവെസ്റ്റിഗേഷൻ നല്ല ത്രില്ലർ എന്നല്ല പറഞ്ഞത്. സുരേഷ് ഗോപി പറഞ്ഞല്ലോ, അതുക്കും മേലെ അഖിലേട്ടനെ വെച്ച് നായകനാക്കിട്ട് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യണ്ടേ? അഖിലേട്ടനെ നായകനാക്കിട്ട് ഒരു പടം പ്രൊഡ്യൂസ്. അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് ഇവരെല്ലാരും എന്റെ സുഹൃത്തായി ഞാൻ ഓരോ പ്രൊഡ്യൂസറെ അടുത്ത് പോയി സംസാരിക്കും. അവരെ പറയാൻ പറ്റില്ല. എന്താണ് എന്തേലും പറയാത്തത് എഴുതി വിട്ടു. നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതിന്റെ മുകളിലായിരിക്കും. പക്ഷെ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ഇത് ലൂസിഫറിന്റെ അത്ര വരില്ല എന്നാണ് നേരത്തെ പറഞ്ഞത്. ബഡ്ജറ്റ് വൈസ് അത് 100 എന്തോ മോളിൽ സോറി എമ്പുരാൻ സോറി ബൈ മിസ്റ്റേക്ക്. അപ്പോൾ ക്യാൻവാസ് വെച്ച് എമ്പുരാനെ വെട്ടിക്കും. ആവശ്യമില്ലാതെ ഫാൻ ഫൈറ്റ് ഉണ്ടാക്കി അടി ഉണ്ടാക്കി ഭാഷയിൽ പറഞ്ഞുതരാം. അല്ലാതെ ടെക്നിക്കലായിട്ട് എന്റെ ആയത്തപ്പെടുത്തി ഞാൻ ക്യാമറ പോലെ ഒരു സാധനം ഇരിക്കുന്നുണ്ടോ? ലാലേട്ടന് മമ്മൂക്ക ഒന്നിക്കെന്ന് പറഞ്ഞാല് തിയേറ്റർ പൂരപ്പറമ്പാണ്. അതുകൊണ്ടാണോ ഇപ്പൊ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാനുള്ള കാരണം? സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാനുള്ള കാരണമൊന്നുമല്ല. സ്ക്രിപ്റ്റ് എൻ്റെ അടുത്ത് വന്ന ഏകദേശം ഒരു 3 മണിക്കൂറോളം അന്ന് ഞങ്ങളൊരു ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ച് നമ്മുടെ ബേസിൽ തമ്മി ഉണ്ടായിരുന്നു. MS ധോണിയുടെ ഒരു ആഡ് ഷൂട്ട് നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ. അപ്പോൾ അതിന് പോയ സമയത്ത് ആൻഡോജി മഹേഷിയും കൂടെ വന്ന് കഥ പറഞ്ഞു. 3
മൂന്നര മണിക്കൂറോളം പറഞ്ഞു തോന്നുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നീടാണ് ഫുൾ കാസ്റ്റിംഗ് ഒക്കെ വന്നത്. എത്ര വർഷം മുന്നെയാണ് കഥ കേട്ടത്? അധികമൊന്നും ആയില്ല, കഴിഞ്ഞ ജൂണിൽ. ഓക്കെ. അപ്പോൾ മെയിൻ പ്രൊഡ്യൂസർ ആരാണ് വരുന്നത്? എല്ലാവരും ഒരു പ്രൊഡക്ഷൻ ഹൗസ് പോലെ പാർട്ടായിട്ടാണ് വരുന്നത്. ആൻഡ്രോ ജോസഫ് ഉണ്ട്, CR സലീം ഉണ്ട്, പിന്നെ ഞങ്ങളുണ്ട്, ഞാനുണ്ട്. നമ്മളിപ്പോൾ 3 പേരാണുള്ള. അങ്ങനെയാണ് അതിൻ്റെ ഇപ്പോഴത്തെ ഒരു. ഇനി ഇത് എങ്ങോട്ട് എങ്ങനെ പോകുന്നുള്ളത് നമുക്കറിയില്ല. മ്യൂസിക് ആരായിരുന്നു? സുഷിൻ ശ്യാമാണോ? ആരാണ്? ജെക്സ് ജോയ് ആണോ? ക്രിസ്റ്റോ സേവിയർ ആണോ? ഞങ്ങൾക്ക് ആരായാലും എന്തായാലും പടം ഗംഭീരാവുന്ന ഉറപ്പുണ്ട്. ഓക്കെ, താങ്ക് യു.